ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല ആളുകൾക്കും വരുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയും, അതിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഭാവിയിൽ പ്രശ്നമാകുന്ന മനസ്സിലാക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ. പക്ഷെ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല, മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മളതൊരിക്കലും അവരോട് പറയാതിരിക്കാനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ പാർട്ട്ണറോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അതായത് മുൻപ് നിങ്ങൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും, അത് ബ്രേക്കപ്പ് ആയിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ മേ ബി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും നിങ്ങളുടെ പാർട്ട്ണറോട് പറയാതിരിക്കുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഇപ്പൊ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ, അതായത് നമ്മൾ അവരെയും അവർ നമ്മളെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരിക്കലും നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊരു കാര്യം സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞൊന്നും വരില്ല. അവർക്കപ്പോൾ ഒരു തരം ദേഷ്യമൊക്കെ ഫീൽ ചെയ്യും, നമ്മളുടെ അടുത്തൊരു വെറുപ്പൊക്കെ ഫീൽ ചെയ്യും. അത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും അങ്ങനെ ഫീൽ ചെയ്യും. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അവരെ വേറൊരാളുടെ കൂടെ കാണുക, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് അവർ വളരെ ക്ലോസ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെയാണ് അവർക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത്. ആ ഒരു കാര്യം നമ്മൾ പറയുന്നതിലൂടെ നമ്മുടെ ഭാവിയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ റെയർ ആയിട്ട് കുറച്ച് ആളുകളുണ്ട്, അവര് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും അതിന് ആ ഒരു മൈൻഡിൽ അങ്ങനെ വിടുന്നവരാണ്. ഓക്കെ, ഇതൊക്കെ റിലേഷൻഷിപ്പ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും പാർട്ട്ണറുടെ കാര്യത്തിൽ കുറച്ച് പോസസീവ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരാളുടെ അടുത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം, നമ്മളെക്കാൾ കൂടുതൽ അവരുടെ അടുത്ത് വളരെ ക്ലോസ് ആയിരുന്നു എന്നുള്ള കാര്യമൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ കഴിയുന്ന ആളുകളല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട്, പ്രസന്റ് ലൈഫിലെ പാർട്ട്ണറോട് പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോസസീവ്നെസ് ഫീൽ ചെയ്യാം. അതായത് ഇപ്പൊ അവര് മറ്റാരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പോസസീവ്നെസ് ഉണ്ടാവാം. അതേപോലെ തന്നെ മേ ബി നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആള് അതായത് നിങ്ങളെ ഇഷ്ടമായിരിക്കുമോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വരാം. അതായത് നമുക്ക് നോർമലി പോസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ സംശയങ്ങൾ വരും. അവരിനി ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടാവോ, വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടാവോ, ഇതൊക്കെ എല്ലാ ആളുകളിലും ഉണ്ടാവുന്ന ചെറിയ സംശയങ്ങളാണ്. അത് സംശയരോഗം എന്നുള്ള രീതിയിലല്ല, എങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പേടിയാണത്. അത്തരം ഇൻസെക്യൂരിറ്റീസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മളത് അവരോട് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അവരതിനെ ഒരൊറ്റ വാക്കിൽ വിലയിരുത്തും, സംശയരോഗം എന്നുള്ളത്. നമ്മൾ ഒരിക്കലും അത് അവരോട് പറയാതിരിക്കാം. ഇപ്പൊ വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ എന്തിനാ അവരോട് സംസാരിച്ചത്, എനിക്ക് ഇഷ്ടമല്ല അവരോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ ഇങ്ങനെ പിടിച്ചിട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ അവരെ കെട്ടിയിട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചെറിയ ചെറിയ ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് അതും അവരോട് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവരത് വേറെ രീതിയിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുവരെ നന്നായി പോയിരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങും. അതുകൊണ്ട് ഈ കാര്യങ്ങളും അവരോട് തുറന്ന് സംസാരിക്കാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് നമ്മളെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. വേറെ ആരെങ്കിലും കുറച്ച് നല്ല രീതിയിൽ ഡ്രസ് ധരിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വെച്ച് കമ്പയർ ചെയ്യും. എന്നെക്കാൾ എത്ര ബെറ്റർ ആണ് ആ ആള് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് പറയുമ്പോൾ അത് നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതായത് നമ്മൾ പറയാണ്, ഇപ്പോൾ നിങ്ങളൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പറയാണ്, അവള് ഭയങ്കര പാവാണ്, അല്ലെങ്കിൽ അവള് ഡ്രസ്സൊക്കെ ധരിക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്നറിയോ, ടോട്ടൽ മേക്ക് ഓവർ കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ അവള് ആരോടെങ്കിലുമൊക്കെ പെരുമാറുന്നത് കാണുമ്പോഴേ ഭയങ്കര കൂളായിട്ട് ഭയങ്കര പോസിറ്റീവ് വൈബിൽ ബിഹേവ് ചെയ്യുന്നു. ഞാൻ എന്തായാലും ഇങ്ങനെ, എന്നെ കാണാൻ കൊള്ളില്ല, അയ്യോ ഞാൻ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? അവർ നോർമലി മൈൻഡിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ മറ്റേ പേഴ്സൺ ഉണ്ടല്ലോ, അവരെ ഒന്ന് കാണണം എന്ന് തോന്നും. കാരണം ആള് ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ആളെങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരാഗ്രഹം അവരുടെ മനസ്സിലും വരും.
ആ ആഗ്രഹം ഉണ്ടാക്കി കൊടുത്തത് നമ്മളാണ് കേട്ടോ. അത് അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടൊന്നല്ല, നമ്മളായിട്ട് അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി കൊടുത്താണ് ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. മാത്രമല്ല അവർക്കപ്പം നമ്മളുടെ അടുത്ത് ഒരു ഇവളെന്ത് ഒരു അതായത് പ്രത്യേകിച്ച് അത്ര വലിയ നല്ല രസമൊന്നുമില്ല കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ ഒന്ന് ചെറുതായി വില കുറച്ച് കാണും. അത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷെ അവിടെ ചെറിയ രീതിയിൽ ഒന്ന് വാല്യൂ കൂടുന്നത് മറ്റേ പേഴ്സൺ ആയിരിക്കും. അപ്പൊ നമ്മളായിട്ട് തന്നെ എന്തിനാ നമ്മുടെ വില ഉണ്ടാക്കുന്നത്? നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കമ്പയർ ചെയ്യാം. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കമ്പാരിസൺ നമുക്ക് നോർമലി വരുന്നതാണ്. പറ്റുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന കാര്യമാണ് നമ്മളേക്കാൾ നല്ല ആളുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാന്ന് പറയുന്നത്. സോ അത് ആവശ്യമില്ല. നമ്മളാണ് ഏറ്റവും മികച്ചതെന്ന് വിചാരിക്കുക, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അവരിലേക്ക് അല്ലെങ്കിൽ അവരടുത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറ്റൊരാളുമായി കമ്പയർ ചെയ്ത് സംസാരിക്കാതിരിക്കാം. അത് നിങ്ങളെക്കാൾ വളരെ നല്ലൊരു പേഴ്സൺ ആണെന്ന് തോന്നുന്ന ആളായാലും ശരി, നിങ്ങളെക്കാൾ മോശമാണെന്ന് തോന്നുന്ന ഒരാളായാലും ശരി, ആരെക്കുറിച്ചും നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്ത് പറയാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പോലും ഇഷ്ടമല്ലാത്ത നമ്മുടെ കുറേ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത കുറേ സീക്രട്സ് ഉണ്ടായിരിക്കും, ഓർമ്മകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആരോടെങ്കിലൊക്കെ ചെന്ന് പറയാന്നുള്ളത് നമുക്ക് പോലും ഇഷ്ടമില്ലാത്തെന്ന് പറയുമ്പോൾ അത് എത്ര മോശമായിരിക്കും അല്ലേ? അതായത് നമ്മൾ അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആ ഒരു സംഭവം. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഒന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാലും അത് നമ്മുടെ ലൈഫിൽ നമുക്ക് പോലും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാവുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അവർ നമ്മൾ അത്രയും ചെറുതായിട്ടേ കാണുള്ളൂ. അത് നമ്മൾ നമ്മുടെ പാർട്ട്ണറോടെ പറയണമെന്നുണ്ടെങ്കിലോ അത് മതി. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ലൈഫിൽ സീക്രട്സ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് അവരോട് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അവരോട് പറയാം. അതല്ലാത്ത എന്തെങ്കിലുമൊക്കെ സീക്രട്സ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല, എനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമല്ല എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ അത്രയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ അത്രയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അത് നിങ്ങൾ അവരോട് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അത് അവരോട് പറയുമ്പോൾ അവരെ നിങ്ങളെ വിലയിരുത്തുന്നത് വളരെ മോശമായിട്ടായിരിക്കും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള സീക്രട്സ് ഒന്നും നിങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും അവരോട് പറയാൻ പാടില്ലാത്തൊരു കാര്യം കേട്ടോ. ഇവർ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവരിപ്പോ കുറച്ചു നേരം ഒന്ന് ചുമ്മാ റെസ്റ്റ് എടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് എന്തിങ്ങനെ കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കുറെ നേരം ഈ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു, വേറൊരു പണിയില്ലെന്ന് നീച്ച് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ അത്രയും നേരത്തെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒന്ന് ഇറക്കി വെക്കുന്ന ഒരു സമയമാണ് അത്. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഇരിക്കാനുള്ള, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ അവർക്ക് സമാധാനം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല റിലേഷൻഷിപ്പിൽ. അവർക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വേണ്ടെന്ന് തോന്നും. അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു സമാധാനമേ ഇല്ലല്ലോ എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവര് കുറച്ചു നേരം ഫ്രീ ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ആ രീതിയിൽ വിടാൻ ശ്രമിക്കുക. ഇപ്പൊ ചില ആളുകളുണ്ട് ചെടിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യാ വെച്ച് കഴിഞ്ഞാല് കൂടുതലും ചെടി നടാനും അതിനെ കെയർ ചെയ്യാനൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ ചെടി ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക, ഇത് എന്തിനാ എപ്പോഴും ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയാണ് പണി എന്ന് പറഞ്ഞിട്ടിരിക്കും. എൻ്റെ ഹസ്ബൻഡിന് ചെടി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറയുന്നത് നന്നായിട്ട് ചെടികൾ ഇങ്ങനെ കെയർ ചെയ്യും, കുറേ ചെടികൾ ഇങ്ങനെ നട്ടു വളർത്തുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് ചെടികളോട് വലിയ രീതിയിലുള്ള, അതായത് എനിക്കിഷ്ടമാണ്, എന്നാൽ അതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ ഓക്കെയാണ്, ആള് ചെടികളൊക്കെ നോക്കുന്നത് ഞാൻ നോക്കി നിൽക്കാറുണ്ട് എന്നുള്ളത് ഞാൻ വലിയ രീതിയിൽ കൂടാറില്ല. ചില സമയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ടെന്നുണ്ടെങ്കിലും വലിയ രീതിയിലില്ല. പക്ഷേ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കത് സന്തോഷമാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് നമ്മളോടുള്ള ഒരു ഇഷ്ടക്കുറവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത്, അവർ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അത് ചെയ്തോട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം അനുവദിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി അവരെ അങ്ങോട്ട് വിട്ടയക്കുക എന്നുള്ളതാണ്. അല്ലാതെ കൺട്രോൾ ചെയ്ത് നിർത്താതിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾ പറയരുത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതേ ഇത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാതിരിക്കുക. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പറയുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയാണ്ട് പറയണതാണെങ്കിലും ആ പറയുന്നതായിരിക്കും അവർക്ക് പെട്ടെന്ന് ഹേർട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതിലായിരിക്കും അവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവുക. പിന്നീട് അത് റിലേഷൻഷിപ്പിലെ കുലുക്കങ്ങൾ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും മനസ്സിലാക്കി പെരുമാറുന്നതാണല്ലേ നല്ലത്.
അതുകൊണ്ടാണ് അവരുടെ അടുത്ത് എന്തൊക്കെ പറയാം എന്തൊക്കെ പറയരുത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി വെക്കുക. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഏകദേശം, മുഴുവനായിട്ടൊന്നും പറയുന്നില്ല, ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിൽ ഞാനൊരു 4-5 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമല്ല ഉള്ളത്, ഇതിലുപരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. സോ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിക്കാൻ മറക്കാതിരിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്